നേഴ്സായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. ആൾ അത്യാവശ്യം ലോയും കാര്യങ്ങളും എല്ലാം നോക്കി തന്നെ ജീവിക്കുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആൾ നാട്ടിലോട്ട് വരുന്ന 2 ദിവസം മുമ്പിട്ട് ഒരു പോലീസ് കേസിൽ അകപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. ഞാനൊരു ലോയറാണ്, എനിക്കറിയാം ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി മാത്രമേ നമുക്ക്, ഒരുപാട് ലാഗായിരിക്കും, പ്രത്യേകിച്ച് ദുബായ് പോലത്തെ ഒരു കൺട്രിയിലൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് ലാഗായിരിക്കും. ഹിയറിംഗ് ഡേറ്റ് കിട്ടാനായാലും, ഓരോ ഹിയറിംഗ് ഡേറ്റ് കിട്ടാനായാലും, ഓരോ സബ്മിഷൻസ്, ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എല്ലാത്തിനും ഡേറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതും ഇത് നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് ശേഷം, ഒരാഴ്ച കഴിഞ്ഞിട്ട് ദുബായിൽ നാഷണൽ ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരാഴ്ച കൊണ്ട് ദൈവമേ എങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെ എല്ലാം ശരിയാവുന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അയാളൊരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിങ്ക് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് പോലീസ് ഇങ്ങനെ പിടിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സിനെ അവരപ്പോൾ തന്നെ പറഞ്ഞു വിട്ടു. ആൾ ജസ്റ്റ് ഒന്ന് കമ്പനിക്ക് മാത്രം പോയതാണ്, പക്ഷേ ആളെ മാത്രം പിടിച്ചു. പിറ്റേന്നാണ് ഞാനത് അറിയുന്നത്. ആൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു കേസിലായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലാണ്, അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എൻ്റെ ലോയേഴ്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് എനിക്ക് ചെയ്യാമായിരുന്നു. നാട്ടിലായതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അമ്മമാതനെ മുറുക്കി പിടിച്ചു, എനിക്കറിയില്ല എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ഉടനെ ആൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഇന്ന് പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം സൺഡേ ആണ് ആളെ പിടിക്കുന്നത്. സൺഡേ നമുക്ക് ദുബായിൽ ഒന്നും വർക്കിംഗ് അല്ല. കോർട്ടായാലും പോലീസ് സ്റ്റേഷനായാലും ഒന്നും മൂവ് ചെയ്യത്തില്ല. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ഒന്നും മൂവ് ആവത്തില്ലായിരുന്നു. ആ സമയത്ത് സൺഡേ ആൾ ഫുൾ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. പിറ്റേന്ന് തിങ്കളാഴ്ചയായി, കേസ് രജിസ്റ്റർ ആവുന്നില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അത് കേസ് രജിസ്റ്റർ ആവാതെ എങ്ങനെയെങ്കിലും ഒന്നാളെ വിടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. തിങ്കളാഴ്ച അങ്ങനെ പോയി. ചൊവ്വാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തു ചെയ്ത സമയത്ത് ആളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ബെയിൽ അപ്ലൈ ചെയ്തു. ബെയിലിന് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ നോക്കിയപ്പം ബെയിലിൻ്റെ ഡേറ്റ് നിൽക്കുന്നത് ഈ നാഷണൽ ഹോളിഡേയ്സിന് ശേഷമാണ്, December 3 കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ബെയിൽ പോലും മൂവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ, എന്താ ചെയ്യേണ്ടത്? കാര്യം നാട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. ഞങ്ങൾ ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും മറ്റ് നിയോഗങ്ങളിൽ സാക്ഷ്യം പറയാനും ഒക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആൾ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിരുന്ന സമയത്താണ് ഇങ്ങനെ സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ബെയിലിൻ്റെ ഡേറ്റ് കിട്ടി. അപ്പം ഞാനും എൻ്റെ അമ്മയും ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കണം, മാതാവ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എനിക്കൊന്നും അറിയത്തില്ല, കാര്യം വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ മാതാവ് രക്ഷിക്കുന്ന എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും, ആരായിരിക്കും ചെല്ലുന്നത് ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, തമ്പുരു നിനക്ക് മാതാവ് ബെയിലിൻ്റെ ഡേറ്റ് നീ നോക്കണ്ട, നിനക്ക് ചിലപ്പം ഹിയറിങ്ങിൻ്റെ ഡേറ്റും ജഡ്ജ്മെൻറ്റ് പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു. പക്ഷേ ഞാനത് അമ്മ പറഞ്ഞപ്പോഴും ഞാൻ ഇത് വെറുതെ ആയിരിക്കും. കാര്യം എനിക്കറിയാം, ഒരു ലോയർ എന്ന നിലയിൽ എനിക്കറിയാം ഒരിക്കലും ഹിയറിംഗ് ഡേറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്, ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും നമുക്ക് ഡേറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ആയിരിക്കും ഡേറ്റ് കിട്ടുന്നത്. ഇത് എന്നാണോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഹിയറിംഗ് ഡേറ്റ് കിട്ടി. ആളിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് വിളിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആളിനെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ ഹിയറിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ജഡ്ജ്മെൻറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഒരുപാട് തടസ്സങ്ങളായിരുന്നു. പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല, കാര്യം ചെറിയൊരു ഫൈൻ വന്നു. അപ്പോഴും ജഡ്ജ്മെൻറ്റ് ലേറ്റായി. അപ്പം ജഡ്ജ്മെൻറ്റ് വന്നു എന്ന് അവിടെ കമ്പനി ത്രൂ അറിഞ്ഞപ്പോഴത്തേക്കും ജഡ്ജ്മെൻറ്റ് കണ്ടു. പക്ഷേ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് എൻ്റെ കോപ്പി വന്നിട്ടില്ല. അപ്പോൾ കോപ്പി വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആളുടെ ഒരു ഓഫീസിലെ ഒരു ആൾ വഴിയിട്ട് പോലീസ് അന്വേഷിപ്പം പറഞ്ഞതാണ്, ജസ്റ്റ് ഒരു ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ കോപ്പിയോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ കോപ്പി കിട്ടിയില്ല, നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇതിനൊക്കെ മുമ്പിട്ട് ആളെ പിടിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ മനസ്സ് അത്രത്തോളം വിഷമിക്കുന്ന സമയത്ത് ഞാൻ തിങ്കളാഴ്ച രാവിലെ ഞാനിങ്ങനെ യൂട്യൂബിൽ കയറി ഇവിടുത്തെ ധ്യാനം ഇവിടുത്തെ പ്രെയർ കൂടാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി. ഇപ്പം ജോമോൾ ടെസ്റ്റിൻ്റെ ഒരു പ്രെയർ ഇങ്ങനെ കണ്ടപ്പം അതിനകത്തൊരു വചനം എനിക്ക് കിട്ടി. പുറപ്പാട് 33:17, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്തു തരും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നന്നായി അറിയാം. അപ്പം ഈ വചനം വെച്ചിട്ടാണ് ഞാൻ ഫുൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഫുൾ എഴുതി ഞാൻ 100 വട്ടം ഇതിനെ എഴുതിയൊക്കെ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ തേഴ്സ്ഡേ ആയപ്പം ഞാൻ ഈ വചനം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, ഞാൻ എഴുതിയിട്ടു, ഈ സെയിം വചനം ഇട്ടു.
ഞാൻ നോക്കി അപ്പം വെള്ളിയാഴ്ചയായി, ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ നാഷണൽ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൾക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലെന്ന് ഒരു ഇതുമില്ല. ഞാൻ നോക്കി, ഞാൻ രാവിലെ വെള്ളിയാഴ്ച രാവിലെ 5:30 ആയപ്പോൾ ഞാൻ പ്രയറിന് കയറി, ഞാനും അമ്മയും പ്രയറിന് കയറിയ സമയത്ത് ഞാൻ മനസ്സിലിങ്ങനെ ഉണ്ട്, ദൈവമേ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേന്ന് എനിക്കിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ തരുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഈ വചനം തന്നെ ജോസഫ് അച്ഛൻ അന്ന് വെള്ളിയാഴ്ച രാവിലെ പറയുകയാണ്. ഈ കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാഴ്ച കൊണ്ട് സിസ്റ്റർ പറഞ്ഞ ആ സെയിം വചനം, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വചനം തന്നെ അച്ഛൻ 5:30 വെള്ളിയാഴ്ച രാവിലെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ആൾ ഇന്ന് തന്നെ ഇറങ്ങും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ജമാലെല്ലാം ചൊല്ലി, ബൈബിളെല്ലാം വായിച്ച് വചനം എല്ലാം ചൊല്ലി തന്നെ ഇരുന്നു. വെള്ളിയാഴ്ച എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്തുവാണെന്ന് ജഡ്ജ്മെൻറ്റ് കിട്ടിയോ, പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമോ, പേയ്മെൻറ്റ് അടയ്ക്കാനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാര്യം പേയ്മെൻറ്റ് വരുന്നില്ല, ഇതാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഫുൾ നെഗറ്റീവ് മാത്രമായിരുന്നു. എന്നെ അവിടുന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞു. അപ്പോഴും ഞാൻ എല്ലാവരോടും പറയും കുഴപ്പമില്ല, ദൈവം നോക്കിക്കോളും, മാതാവ് നോക്കിക്കോളും എന്ന് മാത്രം ഞാൻ പറഞ്ഞിരിക്കുമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മാതാവിൽ മാത്രം ഫുൾ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. വെള്ളിയാഴ്ച എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ആൾ ഒരു 7:45 ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, ഇറങ്ങിയെന്ന് പറഞ്ഞയച്ചു. ദുബായിൽ ഒരു കാരണവശാലും ഒരാഴ്ചക്കുള്ളിൽ ഹിയറിംഗ് ഡേറ്റോ, പ്രത്യേകിച്ച് ഹോളിഡേയ്സുള്ള സമയത്ത് നെറ്റൊക്കെ സിസ്റ്റമൊക്കെ ഭയങ്കര ഡൗൺ ആണ്. ആ സമയത്ത് തന്നെ 1 വീക്കിനകം ഹിയറിംഗ് ഡേറ്റും ജഡ്ജ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് ആൾ കൃത്യമായിട്ട് ഇറങ്ങി. ഇപ്പം നാട്ടിൽ വന്നു. ഞങ്ങൾക്കിത് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട്